തമിഴ്നാട് മുഖ്യമന്ത്രിയാണ് ഇന്ന് സി ജോസഫ് വിജയ്. അച്ഛൻ സിനിമാഭിനയം നിർത്തിയപ്പോൾ മകൻ സിനിമയിലേക്ക് അരങ്ങേറുകയാണ്. വിജയുടെ മകൻ ജെയ്സൺ സഞ്ജയ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിഗ്മ എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കുന്നു. ഇതിൻ്റെ ഭാഗമായി നൽകിയ അഭിമുഖത്തിലാണ് ജെയ്സൺ സഞ്ജയ് അച്ഛനെക്കുറിച്ച് സംസാരിച്ചത്. അച്ഛനുമായുള്ള എല്ലാ ബന്ധവും ജെയ്സൺ സഞ്ജയ് ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു മറുപടി കൂടിയായിരുന്നു ഇത്. അച്ഛന് വലിയൊരു ലെഗസിയുണ്ട്. മാത്രമല്ല, ഒരു ചരിത്രപരമായ നേട്ടം നേടിയ ആളാണ് അച്ഛൻ. അദ്ദേഹം മുഖ്യമന്ത്രി എന്ന നിലയിലിരിക്കുമ്പോഴാണ് എന്ത് സംസാരിക്കുന്നതിനും ഞാനും എൻ്റെ സഹോദരിയും ഞങ്ങളുടെ കുടുംബത്തിലെ ആരും വളരെ കരുതലുണ്ടാവണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നാണ് സഞ്ജയ് പറയുന്നത്. സിനിമയിലേക്കുള്ള സഞ്ജയുടെ വരവിനെ വിജയ് പിന്തുണച്ചിട്ടില്ല. വിജയെ സഞ്ജയ് ചെന്ന് കണ്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിന് സഞ്ജയ് വ്യക്തമായ മറുപടിയും നൽകുന്നുണ്ട്. സിനിമയിലേക്ക് വരുമ്പോൾ അച്ഛൻ ഒരൊറ്റ ഉപദേശം മാത്രമേ തന്നിട്ടുള്ളൂ: നീ നിൻ്റെ സ്വന്തം പ്രയത്നത്തിൽ വളർന്ന് നിൻ്റെ പേര് നേടിയെടുക്കണമെന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപദേശമാണത്. അച്ഛൻ്റെ ആ വാക്കുകളോട് എനിക്ക് 100% യോജിപ്പുള്ളതുകൊണ്ടാണ് ആ വിഷയത്തിൽ കൂടുതൽ സംസാരമൊന്നും വേണ്ടി വന്നിട്ടില്ല. ഇനിയും എൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ടാക്കണം എന്നാണ് ആഗ്രഹം. അച്ഛൻ എന്നോട് പറഞ്ഞത്, നിനക്ക് എന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുത്തേക്ക് വരാം, പക്ഷേ നീ തന്നെ ഇനിഷ്യേറ്റ് എടുത്ത് ചോദിക്കണം, അല്ലാതെ ഞാനായിട്ട് ചെയ്തു തരില്ല, എന്തു വേണമെന്ന് ചോദിക്കില്ല എന്നതാണ്. അച്ഛനോടും അമ്മയോടും എന്നും ഞാനതിന് താങ്ക്ഫുള്ളാണ്. അച്ഛൻ്റെ സിനിമാ സെറ്റുകളിൽ പോയതിൻ്റെ ഓർമ്മകളും അച്ഛൻ്റെ തോളിരുന്ന് ആദ്യമായി IPL മാച്ച് കണ്ടതുമൊക്കെ ഓർമ്മകൾ ജെയ്സൺ പങ്കുവയ്ക്കുന്നു. ഹോളിവുഡിൽ ഒരു സിനിമ ചെയ്യാൻ സാധിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഉൾപ്പെടുത്താവുന്ന നടൻ തീർച്ചയായും അച്ഛൻ വിജയ് ആയിരിക്കുമെന്നും ജെയ്സൺ പറയുന്നു. വേട്ടൈക്കാരൻ എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്ത് വിജയ്ക്കൊപ്പം ജെയ്സൺ അഭിനയിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പമുള്ള അഭിനയത്തിനെക്കുറിച്ച് അന്ന് വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിനോടൊപ്പം അഭിനയിച്ചതിൻ്റെ വില മനസ്സിലാക്കുന്നു. എല്ലാവരെയും പെട്ടെന്ന് കണ്ടപ്പോൾ ആക്ഷൻ പറഞ്ഞ് ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിച്ചതൊക്കെ ഇന്നും ഓർമ്മയിലുണ്ട്. ഭാവിയിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ജെയ്സൺ സഞ്ജയ് ആ സാധ്യതയെ തള്ളിക്കളയുന്നുമില്ല.